AD 332 ആഫ്രിക്കയിലെ തഗാസ്തെ പട്ടണത്തിൽ ജനിച്ച് AD 387 ഓഗസ്റ്റ് 27 മരിച്ച വിശുദ്ധ മോനിക്കയുടെ ജീവചരിത്രമാണ് ഈ സ്കിറ്റ്. ഇത് നമ്മുടെ മോനിക്കയല്ലേ? അവളുടെ കണ്ണീര് തീർന്നിട്ട് ഒരു നേരവുമില്ല. മോനിക്കയോ? അതാരാണ്? ഓ, നീ ഈ നാട്ടിൽ പുതിയതാണല്ലോ അല്ലേ? ഞാനത് മറന്നു. അവൾ എല്ലാവർക്കും നല്ലൊരു മാതൃകയായ സ്ത്രീയാണ്. എന്നും കുർബാനയ്ക്ക് വരും. കണ്ടില്ലേ, പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ്. എന്നാലും അവളുടെ കണ്ണീര് തുറന്നിട്ട് ഒരു നേരവുമില്ല. എന്താ അവൾക്ക് ഇത്ര വിഷമം? മക്കളാണോ? പിള്ളേരൊക്കെ എത്രയായി? മക്കൾ മാത്രമല്ല, ഭർത്താവ് പെട്രീഷ്യസ് ആയിരുന്നു ഇത്രയും നാളത്തെ പ്രശ്നം. നല്ല കുടുംബത്തിലെ ആളായിരുന്നു. പറഞ്ഞിട്ടെന്താ, ശുദ്ധ തെമ്മാടി. പള്ളി എന്ന വാക്ക് കേൾക്കുന്നത് പോലും അയാൾക്ക് അലർജി ആയിരുന്നു. മോനിക്ക നല്ല കാശുള്ള വീട്ടിലെ പെണ്ണായിരുന്നു. പാവം, അവനെ പേടിച്ച് ആരെയെങ്കിലും സഹായിക്കുന്നത് പോലും ഭയത്തോടെ ആയിരുന്നു. മക്കൾ 3 പേർ. മൂത്ത മകൻ അഗസ്റ്റിൻ. അവൻ കുഞ്ഞായിരുന്നപ്പോൾ എന്തോ വലിയ അസുഖം വന്നു. മാമോദീസം മുക്കുന്നതിന് വേണ്ടിയും ഇവൾക്ക് ഒരുപാട് കരയേണ്ടി വന്നു. അവസാനം അവനെ മാത്രം മാമോദീസം മുക്കുന്നതിനുള്ള അനുവാദം കൊടുത്തു. അയാൾ ഇപ്പോഴുണ്ടോ? മൂത്തവന് 17 വയസ്സുള്ളപ്പോൾ പെട്രീഷ്യസ് മരിച്ചു. അവളുടെ പ്രാർത്ഥനയും പരിഹാരവും കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് മാമോദീസ വരെ മുങ്ങി. കൂദാശകളെല്ലാം സ്വീകരിച്ച് നല്ലൊരു മരണവും കിട്ടി. അല്ല, ഇപ്പോഴും ഇവിടെ എന്തിനാ കരയുന്നത്? മറ്റു മക്കളെ മാമോദീസ മുക്കിയോ? എവിടെ? അതൊന്നുമല്ല പ്രശ്നം. അപ്പനുള്ളപ്പോൾ തന്നെ മൂത്ത മകൻ 15 വയസ്സ് മുതൽ കല്യാണം ഒന്നും കഴിക്കാതെ ഒരുത്തിയുടെ കൂടെയാണ് താമസം. ഇപ്പൊ ആ പെണ്ണിന് വയറ്റിലുമുണ്ടെന്നാ കേൾക്കുന്നേ. അതും പോരാഞ്ഞിട്ട് ക്രിസ്ത്യാനികൾക്ക് എതിരായിട്ടുള്ള മാനിക്കൈനിസം പഠിപ്പിക്കുകയും അതിന്റെ പ്രൊഫസറായി റോമിലേക്ക് പോകുന്നെന്നും കേട്ടു. ആ അമ്മ എങ്ങനെ സഹിക്കും? ദൈവമേ, ഇതൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ. എടാ അഗസ്റ്റി, ഇവിടെ വന്നിരിക്കി. നീ റോമിന് പോകുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. വല്ലതും നടക്കോ? എല്ലാം നടക്കും. ഞാനല്ലേ, എല്ലാം നടക്കും. എന്നാലും നിന്റെ അമ്മ ഏത് മെത്രാനെ കാണാൻ പോയി എന്നൊക്കെയാണല്ലോ കേൾക്കണേ. അതിന് ഏത് മെത്രാനെ കണ്ടിട്ട് എന്ത് കാര്യം? തീരുമാനമെടുക്കുന്നത് ഞാനല്ലേ. അതിൽ മാറ്റമുണ്ടാവണമെങ്കിൽ ഈ അഗസ്റ്റിൻ ചാവണം. അപ്പോ അവളോട് ഒരുപാട് അടുപ്പമൊന്നുമില്ല, താല്പര്യമുണ്ട്, അത്രമാത്രം. അവൾക്കും അതറിയാം. അവൾ ഒരിക്കലും എൻ്റെ വഴി തടസ്സമായി വരില്ല. പിന്നെ ആ കുഞ്ഞ്, അതിന് എനിക്ക് വേണം. അത് അവളോട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത അവധിക്ക് ഞാൻ വരുന്നത് വരെ ആ കുഞ്ഞിനെ നോക്കേണ്ടവർ നിങ്ങളാണ്. അഗസ്റ്റിൻ, നിന്നെ കാണാൻ നിന്റെ അമ്മ വന്നിരിക്കുന്നു. നീ പുറത്തേക്ക് പോയില്ലെങ്കിൽ അവർ അകത്തേക്ക് വരും. സീനാക്കല്ലേട്ടോ. ഓ, ഇത് വലിയ ശല്യമായല്ലോ. എന്താണ് തള്ള കാര്യം? പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? വീട്ടിലേക്ക് വാ മോനെ, നീ അവളെയും കൂട്ടിക്കോ. നമുക്ക് പള്ളിയിൽ വെച്ചൊരു കെട്ട് നടത്താം. ആരെയും വിളിക്കണ്ട, നമ്മൾ മാത്രം മതി. ഞാൻ വരില്ല. എന്നെ ചൊറിയാതെ ഇറങ്ങിപ്പോക്കോ. നിങ്ങളും അവളും തമ്മിൽ ചേരില്ല. അവളെ എനിക്ക് കിട്ടിയത് ഈ ബാറിൽ നിന്നാ. പിന്നെ അവളുടെ വയറ്റിലെ കൊച്ചിനെ ഓർത്ത് നിങ്ങൾ തലകായണ്ട. അതിന്റെ തന്ത ഞാനാ. സമയം കളയാതെ പോവാൻ നോക്ക്. മോനെ, നീ റോമിലേക്ക് പോവുകയാണെന്ന് കേട്ടു. ആ സത്യവിശ്വാസത്തിന് നിരക്കാത്തത് പഠിക്കാനാണോ പോണേ? ആ, പോവാണ്. എന്തിയേ? അതിന്റെ പാപം ഞാൻ തന്നെ സഹിച്ചോളാം. പിന്നെ ആ വിശ്വാസം പഠിക്കാനല്ല, പഠിപ്പിക്കാനാണ് പോണേ. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല മോനെ. റോമിലെ മിലാനിൽ ഒരു മെത്രാനുണ്ട്. സമയം കിട്ടുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണണം. ഒരിക്കലുമില്ല. സമയം മെനക്കെടുത്താതെ ഒന്ന് പോവിടുന്ന്. ദൈവമേ, എന്ന് തീരും എന്റെ ഈ കണ്ണീര്. ഈ 3 മക്കളും നിന്നിലേക്ക് വരുന്ന ദർശനമൊക്കെ തന്ന് നീ എന്നെ ആശ്വസിപ്പിച്ചു. പക്ഷെ ഇവൻ എന്താകും തമ്പുരാനെ? നീ മാത്രമാണ് എന്റെ ആശ്രയം. എന്റെ മകനെ നിന്റെ സ്വന്തമാക്കി മാറ്റണമേ. അവന് പകരമായി എന്റെ ജീവൻ തന്നെ എടുത്തോ. പക്ഷെ അവനെ നീ വീണ്ടെടുക്കണമേ. മോനിക്ക, നീ വീണ്ടും പള്ളിയിലേക്കാണോ? നീ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ദൈവം നിന്നെ അവസാനം വരെ പരീക്ഷിക്കാനായിരിക്കും. എന്റെ ദൈവം എന്നെ കൈവിടില്ല. എന്റെ ദൈവം എന്നെ കൈവിടില്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അഗസ്റ്റിന്റെ മാനസാന്തരത്തിനായി അമ്മ മോനിക്ക കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇതിന്റെ ഫലമായി സ്വർഗം കൊടുത്ത ഉത്തരം എന്ന വണ്ണം
30-ാം വയസ്സിൽ അഗസ്റ്റിന്റെ കൂടെ താമസിച്ചിരുന്ന സ്ത്രീയുമായുമുള്ള ബന്ധം അവസാനിപ്പിച്ചു. പിന്നീട് ബിഷപ്പ് അംബ്രോസുമായി കൂടിക്കാഴ്ച നടത്തുകയും മാനിക്കയൻ സിദ്ധാന്തത്തോട് വിട പറയുകയും വിശുദ്ധ ഗ്രന്ഥ വായനയിലേക്ക് തിരിച്ചുവന്ന് കത്തോലിക്ക വിശ്വാസവും സ്വീകരിച്ചു. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും നാളത്തെ നിന്റെ പ്രാർത്ഥനയുടെ ഫലമായി നാളെ അഗസ്റ്റിൻ മാമുദീസ സ്വീകരിക്കാൻ സമ്മതിച്ചല്ലോ. നീ എല്ലാ ഭാര്യമാർക്കും അമ്മമാർക്കും വഴികാട്ടിയാണ്. ഒരിക്കലും മനസാന്തരപ്പെടാത്തവർക്ക് നിന്റെ പ്രാർത്ഥന ഒരു മാതൃകയായിരിക്കട്ടെ. എനിക്ക് ഉറപ്പായിരുന്നു അച്ഛാ, അവൻ ഒരിക്കൽ തിരിച്ചു വരുമെന്ന്. ജീവിതം എന്നെ പഠിപ്പിച്ചത് ദൈവത്തിൽ ശരണപ്പെടാനാണ്. മോനിക്ക് നീ പോയിക്കോളൂ. എനിക്ക് ഒരുപാട് ഒരുക്കങ്ങൾ നടത്തുവാനുണ്ട്. നാളെ വലിയൊരു ജനക്കൂട്ടം ഇവിടെ ഉണ്ടാകുമെന്നാണ് കേട്ടത്. 33-ാം വയസ്സിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച അഗസ്റ്റിൻ 35-ാം വയസ്സിൽ ബ്രഹ്മചര്യ വ്രതത്തോടെ തിരുപ്പട്ടം സ്വീകരിച്ചു. മോനിക്ക മരണക്കിടക്കയിൽ മക്കളോടായി പറഞ്ഞത് ഇത്ര മാത്രം: നിങ്ങൾ എന്റെ ശരീരം എവിടെ വേണമെങ്കിലും സംസ്കരിച്ചോ, പക്ഷേ നിങ്ങളുടെ ഓരോ ദിവ്യബലിയിലും എന്നെ ഓർക്കണം. ജീവിതം പ്രാർത്ഥനയാക്കി മാറ്റിയ ഈ അമ്മ ഇന്ന് വിശുദ്ധ മോനിക്കയാണ്. ഈ അമ്മയുടെ പ്രാർത്ഥന വഴിയാണ് അഗസ്റ്റിൻ എന്ന തെമ്മാടി വിശുദ്ധ അഗസ്തീനോസായി മാറിയത്. വഴിതെറ്റിപ്പോയ മക്കളെ ഓർത്ത് വിലപിക്കുന്ന ഈ കാലത്ത് വിശുദ്ധ മോനിക്ക നമുക്ക് ഒരു മാതൃകയാണ്. വിശുദ്ധയ മോനിക്കയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കേ.